നമസ്കാരം. വീണ്ടും ഉൾക്കടലിൽ കപ്പലപകടം. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലയ്ക്കും ആശങ്ക പടർത്തിക്കൊണ്ട് പട്ടാപ്പകലാണ് മത്സ്യബന്ധനം നടത്തി വിശ്രമിക്കുന്ന ബോട്ടിനെ കപ്പലിടിച്ച് തകർത്തത്. കുളച്ചലിൽ നിന്ന് 60 നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിലായിരുന്നു സംഭവം. രാത്രി നേരത്തെ ഫിഷിംഗ് കഴിഞ്ഞ് ആങ്കർ ചെയ്ത് കിടന്ന സെൻറ് ജോസഫ് എന്ന ഫിഷിംഗ് ബോട്ടിനെയാണ് ഉച്ചയ്ക്ക് 2:30 മണിയോടെ ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ഇടിച്ചു തകർത്തത്. ബോട്ടിൽ 11 തൊഴിലാളികളുണ്ടായിരുന്നു. അതിൽ 2 പേരെ കാണാതായി. ബാക്കിയുള്ളവർക്ക് പരുക്കും ഒക്കെ സംഭവിച്ചു. ആ കപ്പൽ തന്നെ അവരെ രക്ഷപ്പെടുത്തി എന്നതാണ് ഇതിലെ ആശ്വാസകരമായ ഒരു കാര്യം. പനാമയുടെ പതാക വഹിക്കുന്ന വിയറ്റ്നാമിൽ നിർമ്മിതമായ സോളിസ് എന്ന എണ്ണ ടാങ്കറാണ് ബോട്ടിനെ ഇടിച്ചു തകർത്തത്. പട്ടാപ്പകൽ ഇങ്ങനൊരു അപകടം നടക്കുന്നത് വളരെ അപൂർവമാണ്. കാരണം ഇതൊരു ഫിഷിംഗ് ഗ്രൗണ്ടാണ്. കുളച്ചലിൽ നിന്ന് ഒരു 100 നോട്ടിക്കൽ മൈൽ 60 നോട്ടിക്കൽ മൈലിന് ഇടയിലുള്ള ഒരു ഫിഷിംഗ് ഗ്രൗണ്ടുണ്ട്. അവിടെ കൊഞ്ചിനും അതുപോലെ തന്നെ ചൂണ്ടയ്ക്കുമൊക്കെ ആയിട്ട് ബോട്ടുകൾ ഈ ഗ്രൗണ്ടിൽ നിരവധി ബോട്ടുകൾ എത്താറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൗണ്ടിലാണ് ഈ കപ്പൽ ബോട്ടിനെ ഇടിച്ചു തകർത്തിരിക്കുന്നത്. അത് പൂർണ്ണമായും കപ്പലിൻ്റെ അശ്രദ്ധയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കൊല്ലം ശക്തികുളങ്ങര തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ബോട്ടാണ് ഈ സെൻറ് ജോസഫ്. സാധാരണ ഇവരെ 10-12 മണിക്കൂർ തെക്ക് പടിഞ്ഞാറേക്ക് ഓടി വന്ന് ഈ ഫിഷിംഗ് ഗ്രൗണ്ടിൽ എത്തിയാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഭൂരിഭാഗവും ഈ കുളച്ചൽ മേഖലയിലുള്ളവരും അതുപോലെ തന്നെ ഹിന്ദിക്കാരുമാണ് ഇപ്പോൾ മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികൾ ഏറിയ ഭാഗവും. കുളച്ചലിലുള്ള ഈ തൊഴിലാളികൾക്ക് ഈ ഫിഷിംഗ് ഗ്രൗണ്ടിനെ കുറിച്ച് വളരെ ധാരണയുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ വന്ന് ഫിഷ് ചെയ്താൽ ചൂണ്ടയാണെങ്കിൽ അവർ ചൂണ്ടയിട്ട് മീൻ പിടിച്ചതിന് ശേഷം പകൽ സമയം വിശ്രമിക്കും. അല്ലെങ്കിൽ പകൽ സമയം ഈ പുല്ലൻ ഡീപ് സീ കൊഞ്ചുകൾ, ഏറ്റവും ആഴക്കടലിൽ കിട്ടുന്ന ഒരു തരം കൊഞ്ചുണ്ട്. ഡീപ് സീയിൽ നിന്ന് കിട്ടുന്ന കൊഞ്ച് അതിനുവേണ്ടി വല വലിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു മത്സ്യബന്ധന രീതിയാണ് ഇവർ നടത്തുന്നത്. ഇത് അറബിക്കടലിൻ്റെ അതിർത്തി വിട്ട് കന്യാകുമാരിയും കടന്ന് നമ്മൾ ബംഗാൾ ഉൾക്കടലിലാണ് ഈ മത്സ്യബന്ധനം നടത്തുന്നത് തന്നെ. അപ്പോൾ ഇത് ഒരു സുരക്ഷിതമായ ഭാഗമാണ് എന്ന് വെച്ചാൽ ഇത് ഉൾക്കടലാണ്. വളരെ 100-120 നോട്ടിക്കൽ മൈൽ ഉള്ളിലൊക്കെ നിന്നാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഇത് കപ്പൽപാതയാണോ എന്ന് ചോദിച്ചാൽ ഇതിലെ നിരവധി കപ്പലുകൾ പോകാറുണ്ട്. പക്ഷേ ഇത്തരം അപകടം വളരെ അപൂർവമാണ്. ഇത് പകൽ സമയത്ത് അപകടം ഉണ്ടായതാണ് ഏറ്റവും ആശങ്കാജനകം. അതുപോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെ ഒരു വലിയൊരു വളർച്ചയും ഇവിടുത്തെ കപ്പലുകളുടെ വരുത്തുപോക്കും ഈ മത്സ്യബന്ധനത്തിൻ്റെ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും ആശങ്ക ഉളവാക്കുന്ന തരത്തിലാണ് ഈ അപകടം എന്ന് ഈ ബോട്ട് ഓണേഴ്സിൻ്റെ നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഇത് പൂർണ്ണമായും കപ്പലിൻ്റെ അല്ലെങ്കിൽ കപ്പിത്താൻ്റെ ഒരു അശ്രദ്ധയാണ്. കാരണം അവർക്ക് റഡാർ സിസ്റ്റവും വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി കടലിൽ അവരുടെ മുന്നിൽ പെടുന്ന ബോട്ടുകളെയും ചെറുവള്ളങ്ങളെയും ഒക്കെ കാണാനുള്ള ഒരു റഡാർ സംവിധാനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുണ്ടായിട്ട് പോലും ഈ ബോട്ടിൻ്റെ നിഷ്കരണം ഇടിച്ചു തെറിപ്പിക്കുകയും ബോട്ടിൻ്റെ പൊടി പോലും അവശേഷിപ്പിക്കാതെ അത് മുങ്ങിപ്പോവുകയും തൊഴിലാളികൾ ചിന്നിച്ചിതറി കടലിൽ വീഴുകയും അതിൽ നിന്ന് 2 പേരെ കാണാതാകുകയും ബാക്കിയുള്ളവരെ ആ കപ്പൽ തന്നെ എന്തോ രക്ഷപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത ഇത്രയും കുറഞ്ഞത്. ഈ കുളച്ചലിന് പടിഞ്ഞാറുള്ള 77 ഈസ്റ്റ് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ഫിഷിംഗ് ഗ്രൗണ്ടിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കൊഞ്ചും മത്സ്യങ്ങളും എല്ലാം ഉള്ളൊരു ഫിഷ് ബാങ്ക് പോലെ ലോകത്തറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏഷ്യയിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു മത്സ്യശേഖരമുള്ള കടലാണ്. ഇവിടെ സർവ്വതാ സമയവും ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കപ്പലുകളുടെ ഒരു വലിയൊരു അശ്രദ്ധയാണ് ഈ അപകടം വരുത്തി വെച്ചതെന്ന് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ കൊല്ലത്തെ നേതാവായ പീറ്റർ മത്യാസ് നോട്ടിക്കൽ ടൈംസിനോട് പറഞ്ഞു. അവർക്കിത് കാണാനും ഒക്കെ പറ്റുന്ന ഒരു സംവിധാനം എല്ലാ കപ്പലുകളിലുമുണ്ട്. പിന്നെ ഇതിനകത്ത് ആ കപ്പൽ തന്നെ ഒരു രക്ഷകനായി മാറിയത് കൊണ്ട് വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഈ ബോട്ടിന് സംബന്ധിച്ച് 1.5 കോടിയോളം രൂപ വിലയുള്ള ബോട്ടാണ്. അതുപോലെ തന്നെ അതിലെ തൊഴിലാളികൾ, ജീവൻ നഷ്ടപ്പെട്ടവർ. അപ്പോൾ ഇത്തരം ഇതിൻ്റെയൊക്കെയുള്ള ഒരു വിലമതിക്കാനാവാത്തൊരു നഷ്ടപരിഹാരം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ കസ്റ്റഡിയിലാണ് ഈ കപ്പൽ. ഉൾക്കടലിൽ തന്നെ അത് അവിടെ ആങ്കർ ചെയ്തിരിക്കുകയാണ്. ആ കപ്പലിനെ എത്രയും പെട്ടെന്ന് തന്നെ തീരത്ത് കൊണ്ടുവന്ന് വിഴിഞ്ഞത്ത് കൊണ്ടുവരികയും വിഴിഞ്ഞത്ത് ഈ കപ്പലിനെ അടുപ്പിക്കുകയും കോസ്റ്റൽ പോലീസ് കേസെടുത്ത് FIR ഇടുകയും ഈ
ബോട്ടിലെ തൊഴിലാളികളുടെയും കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെയും ഒക്കെ മൊഴിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിറാലിറ്റി സൂട്ട് ഫയൽ ചെയ്ത് എങ്കിൽ മാത്രമേ ഇതിൻ്റെ നഷ്ടപരിഹാരവും ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ബോട്ടിൻ്റെ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ നിലവിൽ ഈ കപ്പൽ ഉൾക്കടലിൽ തന്നെ സ്ഥിതി കിടക്കുകയാണ്. അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ഈ നിയമവിദഗ്ധർ പറയുന്നത്. കൊല്ലം ശക്തികുളങ്ങരയിലുള്ള രാജേഷ് എന്ന് പറയുന്ന രാഹുൽ എന്ന് പറയുന്നവരുടെയും സംയുക്ത സംരംഭമാണ് ഈ സെൻറ്റ് ജോസഫ് ബോട്ട്. അപ്പോൾ ഈ ബോട്ടിൽ പോയ 11 പേരിൽ 2 പേർ മരിച്ചു. 2 പേർ ബംഗാളികളാണ്. മരിച്ച 2 പേർ ബംഗാളികളാണ്. ബാക്കിയുള്ളതിൽ 6 പേർ കുളച്ചൽ സ്വദേശികളും അതുപോലെ ബാക്കിയുള്ളവർ ഹിന്ദിക്കാരുമാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെന്ന് പറഞ്ഞ് ഈ പ്രാദേശികമായി കടലിൽ പോകുന്ന ഇതുപോലെ ഡീപ് സീയിൽ മത്സ്യബന്ധനം നടത്തുന്നത് പ്രാദേശികമായി ഉള്ളവർ വളരെ കുറവാണ്. മിക്കവാറും എല്ലാം പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളാണ്. അപ്പോൾ ഇവരുടെ ഇനി അവരുടെ മൃതദേഹം കിട്ടുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഇനി പൂർത്തിയാകാനുണ്ട്. ഈ ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ശ്രീ പീറ്റർ മത്യാസ് പറയുന്നത് ഈ രാത്രികാലങ്ങളിലും പകലുമൊക്കെ നിരവധി ബോട്ടുകൾ ഈ 77 ഈസ്റ്റ്, അതായത് കുളച്ചലിന് പടിഞ്ഞാറുള്ള ഈ കടലിൽ മത്സ്യബന്ധനം നടത്താനായി നിരവധി ബോട്ടുകൾ വരാറുണ്ട്. അപ്പം ഇത് അത്തരം ഒരു ഫിഷിംഗ് ഗ്രൗണ്ടിലൂടെ കപ്പലുകൾ വരുമ്പോൾ ആ കപ്പലുകളുടെ അശ്രദ്ധ അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ ഒരു പാകപ്പിഴയാണ് 2 ജീവനുകൾ പൊലിഞ്ഞതും വലിയൊരു ബോട്ട് അപകടം ഉണ്ടായത്. നമ്മുടെ തീരക്കടലിലും ഉൾക്കടലിലും ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു വികസനവും വിഴിഞ്ഞം അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞം ഒരു കേന്ദ്രബിന്ദുവായി മാറിയതോടുകൂടി കപ്പൽ സഞ്ചാരം വളരെ കൂടുതലായി നമ്മളുടെ തീരക്കടലിലൂടെയും ഉൾക്കടലിലൂടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ 590-ലേറെ വരുന്ന 590ഓളം വരുന്ന കേരളത്തിൻ്റെ തീര മേഖലകളിൽ അല്ലെങ്കിൽ തീരക്കടൽ, അപ്പോൾ അവിടെ മത്സ്യബന്ധനത്തിനും മത്സ്യത്തൊഴിലാളികളും കൂട്ടമായി മത്സ്യം പിടിക്കുന്ന ഫിഷിംഗ് ഗ്രൗണ്ടുകളും മേഖലകളുമാണ്. അപ്പോൾ ഇതിലൂടെയുള്ള കപ്പൽ സഞ്ചാരം ഈ വീണ്ടും ഇത്തരം അപകടങ്ങൾ വരുത്തി വെക്കുമെന്നുള്ള ആശങ്ക മത്സ്യത്തൊഴിലാളികളിലുണ്ട്. അതിന് വേണ്ടൊരു പ്രൊട്ടക്ഷൻ, അന്താരാഷ്ട്ര തലത്തിൽ വേണ്ട ഒരു മാർഗനിർദ്ദേശം, ഈ കപ്പൽ ചാലുകൾ അല്ലെങ്കിൽ കപ്പൽ വഴികൾ അത് നിജപ്പെടുത്തുകയും അതിനൊരു പരിധി നിശ്ചയിക്കുകയൊക്കെ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകത അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തുടരെ ഉണ്ടാകുന്ന കപ്പൽ അപകടം, എൽസ 3യുടെ അപകടം വേറിട്ടതാണ്. അല്ലാതെ കപ്പൽ അപകടങ്ങളിൽ ബോട്ടിലിടിച്ച് നിരവധി സംഭവങ്ങൾ ഇങ്ങനെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ മേഖലയിലെ പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആശങ്കയ്ക്കിടയാക്കുന്ന തരത്തിലേക്ക് ഈ അപകടങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു പരിധി അല്ലെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് ഈ മേഖലയിലുള്ള വിദഗ്ധരെല്ലാം പറയുന്നുണ്ട്. അത് സർക്കാർ കേന്ദ്ര തലത്തിലും ഒക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ വളരെ നന്നായിരിക്കും.